ഒരാളൊരു വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് 100 പ്രകാശമായിരിക്കുമെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. 100 പ്രകാശം എന്നത്, 100 എന്നത് ഈമാനിന്റെ സിംബലാണ്. ഈമാൻ എന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് 100. ഒരു വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കും, 100 ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതി അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെ അല്ലാതെ മരിക്കില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈമാനോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട തന്നെയല്ലോ. ഇന്ന് അമലിന്റെ കുറവല്ല, ഈമാന്റെ കുറവുള്ളത്. നിങ്ങൾ പഠിച്ചു നോക്കിക്കണോന്നറിയില്ല. പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മളെ മലബാർ ഏരിയയിലൊക്കെ പുതിയാപ്പിളാർക്ക് നോമ്പിന് പുതിയാപ്പിള സൽക്കാരുണ്ടാവും. നോമ്പുതുറ, പുതിയാപ്പിള സൽക്കാരത്തിന് നോമ്പുതുറക്ക് പുതിയാപ്പിളാര് പോകുമ്പോ ചങ്ങായിമാരൊരു 20 ആൾ ഒപ്പം പോകും. ആ 20-ൽ 15 നോലുമ്പില്ലാത്തതും 5 നോലുമ്പുള്ളതാണ് പണ്ടുണ്ടാവുക. ഇന്ന് അങ്ങനല്ല. ഇന്ന് പുതിയാപ്പിള സൽക്കാരത്തിന് 20 പോണേല് 25 ആൾക്കും നോലുമ്പുണ്ട്. ബസ്സിലെ കണ്ടക്ടർക്ക് വരെ നോലുമ്പുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വരെ നോലുമ്പുണ്ട്, കല്ലുമണ്ടിയിലെ ഡ്രൈവർക്ക് വരെ നോമ്പുണ്ട്. മോശാക്കല്ലോ ഉണ്ട്. അമലിൽ ഒരു കുറവില്ല. റമദാൻ മാസത്തില് അങ്ങാടിത്തെ പള്ളിയില് ഹൗലക്ക് വെള്ളം അടിച്ചിട്ടും തികണില്ല. ചെറുപ്പക്കാര് കാര്യമാണ് നിക്കരിച്ചിട്ട്. എന്നാൽ മരിക്കുമ്പോ കെലിമ ചൊല്ലുന്ന എത്ര പേരുണ്ട്? ചോദ്യല്ലേ. പഴയകാലത്ത് അങ്ങനല്ല. ജുമഅത്ത് പള്ളിയിൽ ജുമഅക്ക് 40 ആള് തികയായിട്ട് പാടത്തുനിന്ന് മൊല്ലാക്ക ആളെ കൂട്ടിക്കൊടുന്നിട്ട് 40 ആളെ തികച്ചിട്ട് ജുമഅ നിസ്കരിച്ചിരുന്ന കാലത്ത് മരിക്കാനാവുമ്പോ കയ്യും കാലും തേച്ചക്കീറ്റ് കട്ടിലുമ നീണ്ടു നീർന്ന് കടന്ന് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് അടുത്ത പേരേക്ക് വരെ കേട്ടിരുന്നു. അങ്ങനെ മരിച്ചിരുന്നത് പഴയ കാലത്ത്. ഇന്ന് അമലിന് വല്ല കുറവുണ്ടോ? സ്വതക്കക്ക് വല്ല കുറവുണ്ടോ? ഉംറക്ക് വല്ല കുറവുണ്ടോ? കയ്യമ്മ വള ഉണ്ടെങ്കിൽ ഉംറ, കൈച്ചേനുണ്ടെങ്കിൽ ഉംറ നടക്കും. ഉംറക്കൊരു കുറവില്ല. മരിക്കുമ്പോ കെലിമ ചൊല്ലി എത്ര ആൾക്കാരുണ്ട്? ഈമാനാണ് കുറവ് പറ്റിയത്, അമലിനല്ല കുറവ് പറ്റിയിട്ടുള്ളത്, ഈമാനിനാണ്. ഈമാൻ വർധന ഉണ്ടാവണമെങ്കിൽ സ്വാലിഹീങ്ങളുമായി ബന്ധമുണ്ടാവണം. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈമാനായിരിക്കുമെന്നാണ്. എന്താ അൽ കഹ്ഫിലുള്ളത്? അൽ കഹ്ഫിൽ 3 താരീഖ് ഉണ്ട്. 3 താരീഖ് ഉണ്ട് അൽ കഹ്ഫില്. ഒന്ന് മൂസ നബി അലൈഹിസ്സലാമും ഖിദ്ർ നബി അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്ത താരീഖാണ്. രണ്ടാമത്തേത് ദുൽഖർനൈനി എന്ന രാജാവിന്റെ യാത്രയെ കുറിച്ച് പറയുന്ന താരീഖാണ്. മറ്റൊരു താരീഖുള്ളത് ഈമാൻ ഉറച്ച അൽ കഹ്ഫുകാർ എന്ന് പേരായ ചില യുവാക്കളുടെ യാത്രയെ കുറിച്ചും അവർ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട്. അതാണ് അൽ കഹ്ഫിലുള്ളത്. അതൊരു വെള്ളിയാഴ്ച ഒരാൾ ഓതിയാലേ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെ അല്ലാതെ മരിക്കൂല. ഈമാൻ ഇല്ലാതെ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നിപ്പോ നമ്മൾ ഈമാൻ പോണ കാഴ്ചയാണ് കാണുന്നത്. തസവൂഫിന്റെ പേരിൽ വരെ നിരീശ്വരവാദം, യുക്തിവാദം, സർവമത സത്യവാദം പ്രചരിപ്പിക്കുക. ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യമായി സർവമത സത്യവാദത്തെ കൊണ്ടുവന്നത് ദീനി ഇലാഹി എന്ന മതം അല്ലെങ്കിൽ പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ള ചക്രവർത്തിയാണ്, അക്ബർ ചക്രവർത്തിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സർവമത സത്യവാദം കൊണ്ടുവന്നത്. അതിങ്ങനെ വളർന്ന് വന്ന് ഇന്ന് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ സർവമത സത്യവാദം തുടങ്ങിയിട്ടുണ്ട്. ചില പ്രഭാഷകരൊക്കെ പ്രസംഗിക്കണേക്ക എല്ലാ മതവും ഒന്ന് തന്നെയാണ്. എല്ലാ മതവും ഒന്നൊന്നുമല്ല, മനുഷ്യൻ ഒന്ന് തന്നെയാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. മാനുഷികമായ പരിഗണനയ്ക്കും മാനുഷികമായ സൗഹാർദ്ദത്തിനും
മാനുഷികമായ യോജിപ്പിനും മതം ഒന്നാവണമെന്നില്ലല്ലോ. എല്ലാ മതവും മനുഷ്യത്വത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ എല്ലാ മതവും ഒരേമാതിരിയല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാം മാത്രമാകുന്നു എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. എല്ലതും ഒന്നാണ് എന്നുള്ള വിശ്വാസം നമുക്കില്ല. അത് കരുതിയിട്ട് എല്ലാരും ഇവിടുന്ന് വഴിയെടുത്താട്ടണമെന്നോ അല്ലെങ്കിൽ കമ്പെടുത്തും കാണും തല്ലാൻ നടക്കണമെന്നോ അഭിപ്രായമൊന്നുമില്ല. എല്ലാ മതവും ഒന്നാണ്. അതാണ് സർവമത സത്യവാദം. ഇന്ന് യുവാക്കളെയും യുവതികളെയും സർവമത സത്യവാദം പിടികൂടിക്കൊണ്ടിരിക്കുന്നു. യുക്തിവാദിയാകുന്നത്, നിരീശ്വരവാദിയാകുന്നത്, ലിബറലിസ്റ്റ് ആകുന്നത് വിവരമില്ലാത്തവരല്ല, വിവരമുള്ളവരാണ്. വലിയ വലിയ വിവരമുള്ളവര്, PhD-ക്കാര്, MBBS-കാര്, MA-ക്കാര്, സൈക്കോളജിക്കാര് ഓലൊക്കെയാണ് ആകുന്നത്. എന്തേ കാരണം? ഈമാൻ നിലനിൽക്കണമെങ്കിൽ സാലിഹീങ്ങളുമായി ബന്ധമുണ്ടായിരിക്കണം. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അലാ തഹ്ഖീഖ്, അമീറുൽ മുഅ്മിനീന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നു. എന്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രത്യേകത. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സ്വാലിഹീങ്ങളെ അങ്ങനെ പഠിക്കുക. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രയും ബന്ധമാണ്. മിഅ്റാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശങ്ങൾ സഞ്ചരിച്ചു. അള്ളാഹുവിനെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി. ബൈത്തുൽ മുഖദ്ദസ് വഴിയായി മടങ്ങിയെത്തി. നേരം പുലർന്ന് കഅബമ്മക്ക് തല വെച്ചിട്ട്, കഅബമ്മക്ക് കൈ വെച്ചിട്ട്, ആ കയ്യമ്മക്ക് തല വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മിഅ്റാജിന്റെ രാത്രി പിറ്റേ ദിവസം രാവിലെ കഅബമ്മക്ക് തല വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അബൂജഹൽ കണ്ടു ലഅനത്തുല്ലാഹി അലൈഹി. വന്നിട്ട് ചോദിച്ചു, പിന്നെ അല്ല മുഹമ്മദേ, എന്റെ ഇരുത്തം കണ്ടാല് പുതിയ വിവരം എന്തോ ഉള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ, അല്ല പുതിയ വിവരം ഉണ്ടോന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് പറഞ്ഞു. എന്താ ചോദിച്ചു? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങണ സ്ഥലത്ത് നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക് കയറി അള്ളാഹുവിനെ കണ്ട് സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി. നേരം വെളുത്തപ്പോത്തിന് മസ്ജിദുൽ ഹറാമിൽ തന്നെ മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ഒരു ചിരിയാണ്ട് ചിരിച്ചു. എന്ത് ചിരി? നമ്മളെ കുട്ടികളൊക്കെ പറയല്ലോ, ഒരു ആക്കണ ചിരി എന്ന് പറയില്ല, ആ ചിരി, ഒരുമാതിരി ചിരിയാണ്ട് ചിരിച്ചു. എന്നിട്ട് ഓന്റെ ആൾക്കാരൊക്കെ വിളിച്ചു, വരികടാ എല്ലാരും, ഇതാ ഒരു പുതിയ വിടലിറങ്ങിയിട്ടുണ്ട്, എല്ലാരും വരികയായിരുന്നു. അങ്ങനെ എല്ലാരും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി മുഹമ്മദ് വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക് പോയി. അള്ളാഹുവിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് മുനാജാത്തൊക്കെ നടത്തി. പോരുന്ന വഴിക്ക് മൂസാ നബിനൊക്കെ കണ്ട് നിസ്കാരം ചുരുക്കി കിട്ടാൻ വേണ്ടി അങ്ങോട്ട് തന്നെ പോയി, ഇങ്ങോട്ട് തന്നെ വന്ന്, അങ്ങനെയൊക്കെ കൂടി ആയി. നേരം വെളുത്തപ്പോത്തിന് കിടക്കപ്പായി തന്നെ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടിയാണ് ചിരിച്ചു. അപ്പൊ ചിറിയുടെ ഒച്ച കേട്ടിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് വഴി ഇങ്ങനെ വന്നു. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അതിൽ അബൂജഹൽ ചോദിച്ചു, ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞു. അപ്പൊ വിവരെങ്ങനെ? അബൂജഹൽ പറയുമ്പോ ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് പറയല്ലോ. അപ്പൊ ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞേക്കിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു. ഇത് എന്റെ നബി പറഞ്ഞതന്നെയാണോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം.